Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു MBA പ്രോഗ്രാമാണ്. MBA ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. 2 ഇയർ ആണ് മിനിമം ഡ്യൂറേഷൻ വരുന്നത്, 4 ഇയർ ആണ് മാക്സിമം ഡ്യൂറേഷൻ വരുന്നത്. മീഡിയം ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എന്നുള്ളതായിരിക്കും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കാൻ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതെന്താണ്, ഈ കൃഷിയും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ അതിലൊരു ബിസിനസ് കൊണ്ടുവരാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അതുപോലെ തന്നെ ഇതുവഴി കൃഷിയുടെ ലാഭം കൂട്ടുവാനും കർഷകരുടെയും ഈ മേഖലയിലുള്ളവരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സ്കില്ല് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തെല്ലാം നോക്കാം. കൃഷി, ഭക്ഷണം, ഗ്രാമീണ വികസനം എന്നീ മേഖലകളിൽ ബിസിനസ് കൊണ്ടുവരിക എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർഷകർ, കച്ചവടക്കാർ, ഇടനിലക്കാർ എന്നിവർക്കിടയിൽ പുതിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും തുടങ്ങാൻ പ്രോത്സാഹനം നൽകുക. ദെൻ ഈ മേഖലയിൽ ആവശ്യമുള്ള പ്രത്യേക മാനേജ്മെൻറ്റ് കഴിവുകൾ പഠിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിലുള്ള, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. എന്നിരുന്നാലും ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഡിഗ്രിയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. 50% മാർക്ക് ഡിഗ്രിയിൽ വേണം. SC ST OBC കാറ്റഗറിക്കാർക്ക് 45% മതി ഡിഗ്രിയിൽ മാർക്ക്. അത്തരക്കാർക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ 16,000 രൂപ. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫീയും രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും എന്ന് പറയുന്നത് 700 രൂപയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ 16,700, സെക്കൻഡ് ഇയർ 16, ഫസ്റ്റ് സെമ്മാണ് കേട്ടോ. ഫസ്റ്റ് സെമ്മ് 16,700, സെക്കൻഡ് സെമ്മ് 16,000, ഫോർത്ത് സെമ്മ് 16,000. ഇതിൽ തേർഡ് സെമസ്റ്ററിൽ 18,000 രൂപയാണ് പറയപ്പെടുന്നത്. 8 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫീനെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റർ ഡീറ്റെയിൽസും ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ ഇവിടെ ഇതിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസിലോട്ട് നോക്കാം. MMBC 1 മുതൽ MMBC 7 വരെയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ സാധാരണ എല്ലാ MBA കോഴ്സിനെ പോലെ തന്നെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും എല്ലാവർക്കും സെയിം തന്നെയാണ്, ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ ഇതെല്ലാം തിയറി പേപ്പറാണ്. 7 തിയറി പേപ്പർ നിങ്ങൾ പഠിക്കാണ്ട്. ഇതിൽ MMBC 4 MMBC 5 ആണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത്. അതിൻ്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് വീണ്ടും 7 സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, 7 കോഴ്സുകൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് തിയറി പേപ്പേഴ്സാണ്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ടോട്ടൽ 14 MMBC 1 മുതൽ MMBC 14 വരെയുള്ള 14 സബ്ജക്റ്റുകൾ തിയറി സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കണം. ഇതിൽ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാനേജീരിയൽ എക്കണോമിക്സ്, 2 പേപ്പറാണ് പ്രോബ്ലം പേപ്പറായിട്ട് വരുന്നത്. അത് നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് സെമസ്റ്ററിനുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാം. അതുപോലെ തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫീസ് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ EduFix Academy നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കും. അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ പിന്നെ നിങ്ങളുടേതായ ഈ ഒരു അഗ്രി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്പെഷ്യലൈസേഷൻ്റെ സബ്ജക്റ്റുകളിലേക്ക് പ്രവേശിച്ചു. തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് MA MP 060 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള അതിൻ്റെ മാനുവൽ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് മുഴുവൻ വീണ്ടും തിയറി പേപ്പേഴ്സാണ് വരുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 116 ക്രെഡിറ്റ്സിൻ്റെ പ്രോഗ്രാമായ MBA ABM മീൻസ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഴ്സ് കരസ്ഥമാക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലും ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലുമാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ 3 കോളേജസ്, റൂറൽ അക്കാദമി, സാക്രഡ് ഹാർട്ട്, ശ്രീ കേരളവർമ്മ എന്നീ 3 കോളേജുകളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഇനി വടകര റീജിയൻ സെൻറ്ററിൽ JDT ഇസ്ലാം, നിർമ്മലഗിരി കോളേജ്, ഈ 2 കോളേജിലും അവൈലബിൾ ആണ്.
ട്രിവാൻഡ്രത്ത് മാർ ഇവാനിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോളേജ് മാത്രമാണ് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ കോളേജ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ സ്റ്റഡി സെൻറ്റർ? നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ആയിരിക്കും ഈ കോളേജ് കോർഡിനേറ്റ് ചെയ്യുന്ന നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. ഏതെല്ലാം തിയറി പേപ്പറുകളുണ്ടോ അതിനൊക്കെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെൻറ്റ് മാർക്കും റിട്ടേൺ മാർക്കും നോക്കിയിട്ടാണ് നിങ്ങൾ ആ ഒരു കോഴ്സിൽ പാസ്സായോ പാസ്സായിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പാസ്സോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പാസ് മാർക്ക്, അതെങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് നോക്കൽ, കാൽക്കുലേഷൻ അറിയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഈ ഒരു കോളേജുകളിൽ നിങ്ങൾ സ്റ്റഡി സെൻറ്റർ ആയിട്ട് തിരഞ്ഞെടുത്ത ഈ ഒരു സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങൾ അസൈൻമെൻറ്റുകളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓരോ സെമസ്റ്ററിലും 7 സബ്ജക്റ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ 7 അസൈൻമെൻറ്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ഫീസിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റഡി സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു, കോഴ്സ് സബ്ജക്റ്റുകളുടെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ഓക്കെ ഇതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയൊരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഈ നമ്പറുമായിട്ട് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങളെ എടുക്കാൻ സഹായിക്കാം. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ തരാം. അതുപോലെ തന്നെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെയുള്ള സപ്പോർട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.